ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഞാനിപ്പോൾ സന്തോഷത്തോടെയാണ് ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞത്. എന്നാലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സങ്കടപൂർണ്ണമായ വീഡിയോ ആണ്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വരുന്ന ഏതൊരാളുടെയും കണ്ണല്പം ഒന്നും നിറയും. സങ്കടത്തോടെ ദുഃഖത്തോടെ അല്ലാതെ നമ്മൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയില്ല. അതെ, അങ്ങനെ ഒരു സ്ഥലമുണ്ട് നമ്മുടെ വയനാട്ടിൽ, ചൂരൽമല. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് സവിനയം സമർപ്പിക്കുന്നു. ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടവർ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി ഒറ്റ രാത്രി ഈ ലോകത്തു നിന്നും മാഞ്ഞു പോയവർ, അവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇന്നത്തെ ചൂരൽമല. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ആ ദുരന്തത്തിൻ്റെ ഓർമ്മകളാണ് ഈ കാണുന്നതെല്ലാം. ആ രാത്രിയിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഈ കാണുന്നത്. കണ്ണുനീരോടെ ഒരു നിമിഷം. ഇന്ത്യൻ ആർമി നമുക്ക് അഭിമാനത്തോടെ അഭിമാന പുരസ്കാരം സമർപ്പിച്ച ബെയ്ലി പാലം 31 മണിക്കൂർ കൊണ്ട് 190 അടി നീളത്തിൽ 24 ടൺ വരെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പാലം. ഇതൊരു അഭിമാന നിമിഷമായിരുന്നു അന്ന്. ബെയ്ലി പാലം, അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ആർമിക്ക് ഒരു സല്യൂട്ട്. ബെയ്ലിപ്പാലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിർമ്മിക്കാവുന്നതും കരുത്തുറ്റതുമായ താൽക്കാലിക പാലത്തെയാണ് ബെയ്ലിപ്പാലം എന്ന് പറയുന്നത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ബെയ്ലി പാലത്തിന് രൂപകൽപ്പന ചെയ്തത്. ലളിതമായ നിർമ്മാണ രീതിയാണ് ഇതിനുള്ളത്. മുൻകൂട്ടി നിർമ്മിച്ച ഇരുമ്പ് പാളികൾ ബോൾട്ടുകൾ ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ എളുപ്പത്തിൽ പൊളിച്ചു മാറ്റാനും ബെയ്ലി പാലത്തിന് സാധിക്കും. ഈ പാലത്തിലൂടെയാണ് JCBകളും ഹിറ്റാച്ചികളും അക്കരെ എത്തിച്ച് രക്ഷാപ്രവർത്തനം സുഗമമാക്കിയത്. പുഴയിലെ കുത്തൊഴുക്കും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് രാത്രിയും പകലും പണിയെടുത്താണ് നമ്മുടെ അഭിമാനമായ ഇന്ത്യൻ സൈന്യം ഇത് പൂർത്തീകരിച്ചത്. ആ കാണുന്നതാണ് ഒരുപാട് വിദ്യാർത്ഥികളുടെ പഠനം പൂർത്തീകരിച്ചതും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയതുമായ സ്കൂൾ, ചൂരൽമല സ്കൂൾ. നമുക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയാൻ വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. ഞാൻ പഠിച്ച സ്കൂൾ വടവഞ്ചാൽ സ്കൂളാണ്. അപ്പോൾ നമുക്ക് പറയാം, വടവഞ്ചാൽ സ്കൂൾ ഇപ്പോൾ ഒരുപാട് പുരോഗമനമൊക്കെ വന്ന് നല്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. എന്നാൽ നമ്മുടെ ചുരൽമലയിലെ സ്കൂളിനെ കുറിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് പറയുമ്പോൾ അവരുടെ മനസ്സ് നിറച്ച് ദുഃഖമായിരിക്കും, സങ്കടമായിരിക്കും. അങ്ങനെയല്ലാതെ ഈ സ്കൂളിനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. ഇവിടുത്തെ ഓരോ പുൽനാമ്പുകൾക്കും പുൽച്ചെടികൾക്കും ഓരോ ജീവനുകൾക്കും കണ്ണീരോടെ അല്ലാതെ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരിടം. ഏതൊരു നാടും വികസനത്തിൻ്റെ കാലൊച്ച കേൾക്കാൻ കാത്തിരിക്കുന്നതാണ്. ഈ നാടും അങ്ങനെ തന്നെയായിരുന്നു. വികസനത്തിൻ്റെ കാലൊച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്ന നാട്. ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉള്ള ഈ നാട്. ഞാൻ ഇങ്ങോട്ടുള്ള വഴിയൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ യാത്രകൾ അധികവും ബസ്സിലാണ്. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് മേപ്പാടിയിൽ നിന്നും KSRTC ബസ്സിലാണ്. ഒരുപാട് ബസ്സുകൾ മേപ്പാടിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും ഇങ്ങോട്ട് സർവീസ് നടന്നുണ്ട്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ! തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ നല്ല അതിമനോഹരമായ ഒരു യാത്രയാണ് നമുക്ക് ചൂരൽമലയിലേക്ക് പോകുമ്പം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വയനാട് റോഡ് വരുന്നത് ഇതിലെ തന്നെയാണ്. അതായത് ചുരമില്ലാത്ത തുരങ്കപ്പാത, അത് വന്ന് മുട്ടുന്നത് ഈ റോഡിലൂടെയാണ്. എന്ത് ഭംഗിയാണ് നോക്ക്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ചൂരൽമലയിൽ എങ്ങനെ എത്താമെന്നും അവിടത്തേക്കുള്ള ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. 23 ഉറുപ്പിയാണ് നമുക്ക് കൽപ്പറ്റയിൽ നിന്നും 33 ഉറുപ്പിയാണ് കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്ക്.
ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, തുരങ്കപ്പാതയുടെ റോഡ് ഇതിൽ വന്നാൽ മുട്ടുന്നത്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റോട്ടിലെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. 900 കണ്ടി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. 900 കണ്ടി. ഈ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ സൂചിപ്പാറ വാട്ടർഫാൾസ് ഉള്ളത്. നമ്മളീ പോകുന്ന വഴിക്ക് ഞാൻ സൂചിപ്പാറ വാട്ടർഫാൾസിലോട്ടുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് സൂചിപ്പാറ വാട്ടർഫാൾസിലോട്ട് പോണ വഴി. ഇതിനെ പോയി കഴിഞ്ഞാൽ സൂചിപ്പാറ വാട്ടർഫാൾസിലെത്താം. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. എല്ലാവരും ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. ഇതുകൂടാതെ കുറച്ച് സിപ്പ് ലൈനുകളും മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഈ റൂട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാടായിരുന്നു ചൂരൽമല. ഇനി ചൂരൽമലയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ അപ്പുറമാണ് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കിപ്പം പ്രവേശനം അനുവദനീയമാണ്. ഒരു ദിവസം സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയ കുട്ടികൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ സ്ഥലത്ത് ഇതാണ് സ്ഥിതി, സ്കൂളിൻ്റെ സ്ഥിതി. ഇപ്പം മറ്റു സ്കൂളുകളിലാണ് ഇവിടെയുള്ള കുട്ടികൾ പഠിക്കുന്നത്. എപ്പോഴും ദുഃഖത്തോടെ അല്ലാതെ സങ്കടത്തോടെ അല്ലാതെ ഈ സ്ഥലത്തെ നമുക്ക് ഓർക്കാനോ കാണുവാനോ കഴിയത്തില്ല. ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതി സമ്മാനിച്ചതാണിത്. ഇതിലൂടെ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയാണ് മണ്ണൊലിപ്പിൽ തകർന്ന് തരിപ്പണമായിട്ട് എല്ലാവരെയും കൊണ്ടുപോയത്. നമ്മൾക്ക് ഇവിടെ വരെ മാത്രമേ ഇപ്പോൾ പ്രവേശനമുള്ളൂ. ഞാനിവിടെ ഇതിനു മുമ്പ് 2 പ്രാവശ്യം വന്നതാണ്. അന്നൊന്നും ഈ ബെയിലിപ്പാലം കാണാൻ പോലീസ് നമ്മളെ അനുവദിച്ചില്ല. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. ഈ കാണുന്ന ജീപ്പുകളൊക്കെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ആളുകളെ കൊണ്ടുപോകാനുള്ളതാണ്. ഇവിടുന്ന് അട്ടമലയിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അവിടേക്ക് 800 രൂപയാണ് ചാർജ് പറയുന്നത് ജീപ്പിന്. 8 പേർക്ക് പോകാം. ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നതിന് 250 രൂപ ടിക്കറ്റ് വേറെയും എടുക്കണം. ഇവിടെ വന്നപ്പോഴേക്കും കുറേ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. 1 വർഷമായി ഇവിടെ ദുരന്തം നടന്നിട്ട്. അന്ന് നമ്മൾ രാവിലെ TV തുറന്നപ്പോൾ കാണുന്ന കാഴ്ചകൾ ഇവിടുത്തെ ദുരന്ത വാർത്തയായിരുന്നു. അന്ന് ബാക്കി വെച്ച ഒരു മരമാണത്. നമ്മൾ കണ്ടു ഇവിടെ ഫയർഫോഴ്സും പോലീസും ഈ നാട്ടിലെ ജനങ്ങളും എല്ലാവരും കൂടി നടത്തുന്ന രക്ഷാപ്രവർത്തനം. ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ വരുന്നു ജനങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതും. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി അഭിമാന പുരസ്കാരം സമർപ്പിച്ച ബെയിലിപ്പാല നിർമ്മാണവും എല്ലാം എൻ്റെ മനസ്സിലൂടെ ഒരു നിമിഷം ഓടി. ജാതി മതഭേദമില്ലാതെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ, ഇവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നതും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതും, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. അതെല്ലാം ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. ഇനിയും ആർക്കും ഒരിടത്തും ഇതുപോലുള്ള ദുരന്തങ്ങൾ സമ്മാനിക്കരുതേ എന്ന് ഒരു പ്രാർത്ഥന കൂടി നിമിഷം ഞാൻ വെക്കുകയാണ്. ഇപ്പം ഇങ്ങനെയാണ് ഇവരുടെ ഉപജീവന മാർഗം. ഞാനും ഒരു ചെറിയ കുപ്പി അച്ചാർ വാങ്ങി. ആവശ്യമുണ്ടായിട്ടില്ല ഒരു സഹായം. ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് ചുരൽമലയ്ക്ക് വരുന്നുണ്ട്. അവരൊക്കെ ഇവിടെ ഉപജീവന മാർഗം നടത്താൻ വേണ്ടി ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേപോലെ വാങ്ങി അവരെ ഹെൽപ്പ് ചെയ്യുക. അത് വലിയൊരു ഉപകാരമായിരിക്കും ഇവിടെയുള്ളവർക്ക്. അന്നത്തെ ഉരുൾപൊട്ടലിലെ ഇവരുടെ ജീവിത സ്വപ്നങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ആ മണ്ണെടുത്തുകൊണ്ട് പോയി. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയ ഒരു ഗ്രാമം ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും നമ്മളെ വിട്ട് പിരിഞ്ഞുപോയി. അന്നത്തെ ഉരുൾപൊട്ടലിൽ ബാക്കിയായ ചിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഒരുപാട് നൊമ്പരത്തോടെയാണ് നമുക്കിത് കാണുമ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. എത്ര പേരുടെ ജീവിത സൗഭാഗ്യങ്ങൾ അവരുടെ ആയുഷ്കാലം മുഴുവൻ ഉണ്ടാക്കി വെച്ച് ഒരു വീടൊക്കെ പണിതിട്ട് അതിങ്ങനെ മണ്ണെടുത്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ, അതേ വിഷമത്തോടെയാണ് അവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുറച്ച് പേരും അന്ന്
നമ്മളെ വിട്ട് പോയവരും. ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ ആ ബാക്കി പത്രങ്ങളാണ് കാണുന്നത്. ചൂരൽമലയിലെ കണ്ണീർ കാഴ്ചകൾ. ഒരു രാത്രിയിലെ മഴയുടെ താണ്ഡവം കഴിഞ്ഞപ്പോൾ ബാക്കിയായത് ഇതെല്ലാമാണ്. നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ചൂരൽമലയിലെ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളാണ് ബാക്കിയുണ്ടാവുന്നത്. മുമ്പ് 2 പ്രാവശ്യം ഞാൻ ചൂരൽമല വന്നെങ്കിലും ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ട വന്നു. നമുക്കിവിടെ നിന്നൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പം 3ാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ഇവിടെ കയറി ബെയിലി പാലം കാണാൻ പറ്റിയത്. നമ്മൾ വന്നപ്പോഴൊക്കെ ഇവിടെ വെച്ചാണ് നമ്മളെ പോലീസുകാർ തടഞ്ഞത്, അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും നമ്മൾ ചൂരൽമല വന്നു കഴിഞ്ഞാൽ ആ ചൂരൽമല ബെയിലിപ്പാലവും അതിൻ്റെ പരിസരവും മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. പിന്നെ ഉള്ളത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജാണ്. അവിടേക്ക് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ജീപ്പിൽ പോകാനായിട്ട് പറ്റും. കൽപ്പറ്റയിൽ നിന്നും മേപ്പാടിയിൽ നിന്നും ചൂരൽമലയ്ക്ക് ബസ് ലഭിക്കും. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് സ്ക്രീനായിട്ട് ഞാൻ ആ വീഡിയോ കൊടുക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.